പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കായി അനുമതി തേടിയ ഭൂമിയിലെ നിർമ്മാണങ്ങൾ എതിർത്ത് കൃഷിവകുപ്പ് ഓഫീസറുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് RDO ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ തള്ളിയത്. എലപ്പുള്ളി കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് 24 കിട്ടി. ഇടതുമുന്നണിയിലെ എതിർപ്പ് തുടരുമ്പോഴും മദ്യനിർമ്മാണശാല പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഈ കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിൽ ഏതു രീതിയിൽ എന്തുകൊണ്ട് അനുമതി കൊടുക്കരുത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്? ഉമേഷ്, നേരത്തെ തന്നെ RDO ഇത്തരത്തിൽ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ നിരസിച്ചിരുന്നു. ആ അപേക്ഷ നിരസിക്കാനുള്ള കാരണം കൃഷി ഓഫീസറുടെ റിപ്പോർട്ടാണ്. എലപ്പുള്ളി കൃഷി ഓഫീസറാണ് ഈ സ്ഥലം പരിശോധിച്ചത്. അവരുടെ കണ്ടെത്തൽ പ്രകാരം ഈ സ്ഥലത്ത് നിരവധി സർവേ നമ്പറുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം 2008 വരെ കൃഷി നടന്ന സ്ഥലമാണ്. ഇപ്പോൾ തരിശു കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തരം മാറ്റി നൽകരുത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സാറ്റലൈറ്റ് രേഖകൾ അടക്കം പരിശോധിച്ചാണ് ഇത്തരം ഒരു കൺക്ലൂഷനിലേക്ക് കൃഷി ഓഫീസർ എത്തിയത്. എന്തായാലും റവന്യൂ ഇത്തരമൊരു അപേക്ഷ തള്ളുന്നതിന് മുമ്പ് തന്നെ കൃഷി വകുപ്പ് ഇത്തരത്തിൽ ഈ ഭൂമി തരം മാറ്റി നൽകാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 2024 ഓഗസ്റ്റ് 29-നാണ് ഈ റിപ്പോർട്ട് RDOക്ക് സമർപ്പിച്ചിരിക്കുന്നത്. RDOക്ക് നേരത്തെ തന്നെ ഒയാസിസ് കമ്പനി ഭൂമി തരം മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. 24 ഏക്കർ ഭൂമിയായിരുന്നു എലപ്പുള്ളിയിൽ ഇവർ വാങ്ങിയത്. ഇതിൽ 4 ഏക്കർ ഭൂമിയിൽ കൃഷിയില്ല, അത് തരം മാറ്റി നൽകണമെന്ന അപേക്ഷയായിരുന്നു RDOക്ക് നൽകിയത്. RDO ഈ അപേക്ഷ കൃഷി ഓഫീസർ കൈമാറുകയും കൃഷി ഓഫീസർ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടുമാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. എന്തായാലും അതിനുശേഷം RDO നൽകിയ തരം മാറ്റാൻ അനുവദിക്കില്ല എന്ന് നൽകിയിരിക്കുന്ന ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ ഇനി എന്തെങ്കിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ല. അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ചുമതല അത് എലപ്പുള്ളി കൃഷി ഓഫീസർക്കാണ്. എലപ്പുള്ളി കൃഷി ഓഫീസർ അത് നിരീക്ഷിക്കുകയും ഏതെങ്കിലും രീതിയിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ അത് റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് ചെയ്യുകയും വേണം. റവന്യൂ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. എന്തായാലും 19 നടക്കുന്ന LDF യോഗം ഏറ്റവും നിർണായകമാകുകയാണ്. കാരണം CPM ഈ എതിർപ്പുകൾ കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാത്ത സാഹചര്യത്തിൽ LDF യോഗത്തിൽ സമവായമുണ്ടാക്കി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് CPIM-നുള്ളത്. RJD അടക്കമുള്ളവരുടെ എതിർപ്പും ഈ 19 ചേരുന്ന LDF യോഗത്തിൽ സമവായത്തിലെത്താൻ കഴിയുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അഷ്മി, ഈ CPI ഭരിക്കുന്ന വകുപ്പുകളിൽ ഈ വലിയ തർക്കങ്ങളുണ്ട്. ഇപ്പോൾ CPI പുറത്തു വന്ന് ഈ ബ്രൂവറിക്കെതിരെ അതിശക്തമായ വിയോജിപ്പൊന്നും അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും ഈ ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷ നിരസിച്ചത് അത് CPIയുടെ ഒരു പ്രശ്നമായി കാണുന്നില്ല എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അപ്പോൾ ആ വകുപ്പുകൾക്കുള്ളിൽ എലപ്പുള്ളിയെക്കുറിച്ചുള്ള വിയോജിപ്പുകൾ തുടരുമ്പോഴും അവരുടെ വകുപ്പുകളിലെ ഓഫീസർമാർ അതിനെതിരായ റിപ്പോർട്ടുകൾ നൽകുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് എന്ന് തന്നെയല്ലേ CPM-ന്റെ ആലോചന? ഉമേഷ്, അതുമാത്രമല്ല, അതിൽ നിരന്തരമായി CPM സംസ്ഥാന സെക്രട്ടറിയും എക്സൈസ് മന്ത്രിയും പറയുന്ന ഒരു കാര്യമുണ്ട്, നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കണം, അതിനുവേണ്ടി ആദ്യം ഭൂമി തരം മാറ്റണം, നിലം എന്നുള്ളത് അല്ലെങ്കിൽ കൃഷിഭൂമി ഇടം എന്നുള്ളത് മാറ്റി കരഭൂമിയാക്കി നൽകണം എന്നുള്ള അപേക്ഷ പോലും തള്ളിക്കൊണ്ട് ഇപ്പോൾ റവന്യൂ വകുപ്പ് തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ CPM നിലപാട്, അതായത് നിയമങ്ങളെല്ലാം പാലിച്ചു മാത്രമേ അനുമതി നൽകി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുന്ന CPM-ന്റെ ഈ നിലപാട് അതെങ്ങനെ പാലിക്കപ്പെടും എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ്, ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് CPI-യുടെ എതിർപ്പായി കാണുന്നില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുമ്പോഴും ഈ ബ്രൂവറിക്കുള്ള അനുമതി നൽകുന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ സംശയം ഉന്നയിച്ചത് ഇത്തരത്തിൽ കുടിവെള്ളത്തെ അടക്കം ബാധിക്കില്ലേ എന്നുള്ള സംശയം ഉന്നയിച്ചത് കൃഷിമന്ത്രിയായിരുന്നു. അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് കുടിവെള്ളത്തെ ബാധിക്കുന്ന ഒരു രീതിയിലുള്ള നടപടിയും അനുവദിക്കില്ല, അത് അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാടും അവിടെ എടുത്തു കഴിഞ്ഞു. എന്തായാലും അതിൽ തന്നെ CPI നിലപാട് ഈ ബ്രൂവറിക്ക് അനുകൂലമല്ല എന്നുള്ള സന്ദേശം അവർ നൽകി കഴിഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ രണ്ട് വകുപ്പുകൾ, ഒന്ന് കൃഷി വകുപ്പും ഒന്ന് റവന്യൂ വകുപ്പും, ഈ 2 വകുപ്പ് റിപ്പോർട്ടുകളും ഏറ്റവും സുപ്രധാനമാകുന്നത്. ഈ സാഹചര്യത്തിൽ ആദ്യം 19 നടക്കുന്ന LDF യോഗത്തിന് മുൻപ് CPI-യെ അനുനയിപ്പിക്കണം. കാരണം LDF യോഗത്തിൽ ഒരു പൊതു ചർച്ച നടത്തി അനുനയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിന് മുൻപ് CPI-യുമായി ഒരു ധാരണയിൽ CPM എത്താനാണ് സാധ്യത. അപ്പോഴും ഈ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് ആവർത്തിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഇനി ഈ ഭൂമി തരം മാറ്റി നൽകാൻ ഇതേ എതിർത്ത കൃഷി വകുപ്പും അല്ലെങ്കിൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഇത് മാറ്റി അനുകൂല റിപ്പോർട്ട് നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഹഷ്മി, എന്ന് പറഞ്ഞാൽ അതിന് തരം മാറ്റാതിരിക്കാൻ ഈ കൃഷി ഓഫീസർ പറയുന്നത് കാരണം കൃത്യമാണ്. 2008 വരെ അത് നെൽകൃഷി നടന്ന സ്ഥലമാണ് ഡേറ്റാ ബാങ്കിൽ, അത് മാറ്റാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന കൃത്യം നിയമപ്രകാരം തന്നെയാണ് കൃഷി ഓഫീസർ അവിടെ റിപ്പോർട്ട് നൽകുന്നത്.